ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. മക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന, നിങ്ങൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഗമാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എടാ, നിങ്ങൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പേടി സ്വപ്നമായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ്. സാറേ, ഫിസിക്സ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നു പറയുന്ന ആൾക്കാരാ. എടാ, ഫിസിക്സിൽ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ പിന്നെ ഫിസിക്സ് ഇല്ലടാ. അത്രയും അടിപൊളിയായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫിസിക്സിന്റെ നട്ടല് എന്ന് പറയുന്നത്. എടാ, ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെയാണ് ഫിസിക്സിന്റെ ആ ഒരു സ്പിരിറ്റ്, ആ ഒരു രസം എന്ന് പറയുന്നത്. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയാല് ഫിസിക്സ് കൂടെ കിട്ടും, നമ്മുടെ കയ്യിലുണ്ടാവും. മക്കളെ, ഫിസിക്സിന്റെ പ്രോബ്ലംസ് ഇന്ന് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോവാണ്. എടാ, ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് സാർ ഏതൊക്കെയാണ് കാണിച്ചു പോവാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ. എടാ, പ്രോബ്ലംസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, 8 മാർക്ക് മുതൽ 17 മാർക്ക് വരെ പ്രോബ്ലംസിന് സാധ്യത ഉണ്ട്. ഓക്കെ, എന്താണ് സാർ അങ്ങനെ പറയാനുള്ള കാരണം? എപ്പോഴും സാർ എല്ലാ വീഡിയോയിലും പറയുന്നത് 2024 മോഡൽ എക്സാമിന് 8 മാർക്കിനും 2024 പബ്ലിക് എക്സാമിന് 17 മാർക്കിനെ ചോദിച്ചു. 8 മുതൽ 17 മാർക്ക് വരെ സാധ്യത ഉണ്ട്. പക്ഷെ എപ്പോഴും ഒരു കോമൺ ആയിട്ട് ഒരു 12, 14 മാർക്കിനൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. ഒരു 12 മാർക്ക് 14 മാർക്കിനൊക്കെയാണ് സാധാരണ കാണാറുള്ളത്. എന്തായാലും നമ്മൾ പറയാറുണ്ടല്ലോ, ഓക്കെ, എന്താ പറയാ, ഈ ചെറിയ കാര്യങ്ങൾ മതി ചിലപ്പോൾ വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടാൻ. A+ എന്നുള്ള വലിയൊരു കാര്യത്തെ നഷ്ടപ്പെടുത്താൻ ചിലപ്പോൾ പ്രോബ്ലം എന്നുള്ള ചെറിയൊരു സാധനം മതിയോ. അപ്പൊ അതുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. എടാ, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാർ കാണിച്ചു പോവാണ്, ചെയ്യുന്നില്ല. സാർ എന്താ ചെയ്യാത്തത്? എടാ, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ചില ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ മതിയോ, അത് വെച്ച് നിങ്ങൾ ചെയ്താണ്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്വസ്റ്റ്യൻസ് മാത്രം പറയും, നന്നായിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് സാർ എന്ത് ചോദിച്ചാൽ ഓരോ ചാപ്റ്ററിന്റെയും വീഡിയോ സെപ്പറേറ്റ് ഇടും. അത് നിങ്ങൾ കണ്ടാൽ മതി. പ്രശ്നമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ, റാൻസ് SLC എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ഇതുവരെ ചെയ്യാത്തത്, കാരണം ഒരുപാട് വീഡിയോസ് സാർ അപ്ലോഡ് ചെയ്തിരുന്ന പ്രോബ്ലംസ്, നിങ്ങൾക്ക് വരക്കാനുള്ള ചിത്രങ്ങൾ, നിങ്ങളുടെ ഓരോ ചാപ്റ്ററിലെയും 1 വേർഡ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ, ഓരോ ചാപ്റ്ററിനുള്ള സർക്യൂട്ട് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഓരോ സാധനങ്ങളും സാർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ നോട്ടം കിട്ടുള്ളൂ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണലി നിങ്ങൾക്ക് സാറോട് ചോദിക്കാം. പ്രയാസം ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പതിയെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. തുടങ്ങലടാ. ശ്രദ്ധിച്ചോ. മക്കളെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാമനോട് തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് ലെവലാവാണ്ട്, റെഡി ആവാണ്ട്. അപ്പൊ പതിയെ നമുക്ക് ഓരോ ചോദ്യങ്ങൾ കാണിച്ചു തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റത്തെ ഒരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാർ എല്ലാ ചോദ്യങ്ങളും കാണിക്കുന്നില്ല, ഇമ്പോർട്ടന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം കാണിച്ചു പോകണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാം, ഏതാ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ചാർജ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജൂൾ എന്ത് തന്നിട്ടുണ്ട്, വർക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെ, V = W/Q എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അറിയാം. ഓക്കെ, സാറ് ഓരോ ചോദ്യങ്ങളും ചെയ്യുന്നില്ല, ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം പവർ കാണാനുള്ള ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോക്കി വെക്കണം. അപ്പം സാർ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരും, ഇതിന്റെ ഓരോ കാരണം നിങ്ങൾക്ക് അറിയാം, ഇത് ഏകദേശം 101 പ്രോബ്ലംസ്, 101 പേജുകൾ ഉണ്ട്. അപ്പൊ ഞാൻ 101 പേജ് ഒറ്റ വീഡിയോ ആക്കിയ പ്രോബ്ലംസ് ആണ് നമുക്ക് മടുക്കും. അതുകൊണ്ട് ആദ്യം സാറ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് ഈ ചോദ്യങ്ങളൊക്കെ. ഓക്കെ, ശ്രദ്ധിച്ചോ. അടുത്തത് ഇതാ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ആട്ടോ. പ്രീവിയസ് ഇയർ എന്ന് വന്ന ചോദ്യങ്ങളാണ്. ഇത് പ്രീവിയസ് ഇയർ ആണ്. ഇത് അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്, വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത്, ഹീറ്റ് കൂട്ടിയാൽ എന്താവും എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ വന്ന അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എപ്പോഴും നോക്കണ്ടടാ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ 200 വോൾട്ട് 500 വാട്ട് എന്ന് പറയുന്ന ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരുപാട് നിങ്ങൾ കാണും. ഇവിടെ അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, വീണ്ടും 60 വാട്ട് 240 വോൾട്ട് എന്നാണ് വീണ്ടും അതേപോലുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അതായത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം മക്കളെ. ഓക്കെ, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ വന്ന വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം വരും. ഒറ്റ തവണ മാത്രം വന്ന ഒരു ഒറ്റ കൊമ്പനാണ് ഇയാള്. ഓക്കെ, ഒന്ന് ഓർത്തു വെക്കുക. സിമ്പിളാ, വളരെ സിമ്പിളാ. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചോ. അതുപോലെ തന്നെ ഇനി റെസിസ്റ്ററിന്റെ ടൈപ്പ്. റെസിസ്റ്ററിൽ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാല്, നമുക്ക് റെസിസ്റ്ററിൽ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നതാ
ഇവിടെ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്. ഇവിടെ നിങ്ങളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതാ ഒരുപോലുള്ള റെസിസ്റ്ററുകൾ തന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതൊക്കെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, അത് സീരീസിലുള്ളത് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ അത് പാരലലുള്ളത് പഠിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ അത് സീരീസും പാരലും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് പഠിക്കും. അത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കും. ഇങ്ങനെ സാർ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരക്കാനുള്ള ഡ്രോ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, അത് പഠിക്കും. അതുപോലെ തന്നെ അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡ്രോ ചെയ്യാൻ പ്രീവിയസ് ഇയർ ഒറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, അത് നമ്മൾ പഠിക്കും. അതായത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിയും. പിന്നെ നമുക്ക് തേർഡ് ചാപ്റ്ററിൽ മക്കളെ, തേർഡ് ചാപ്റ്ററിന് ഏകദേശം എത്ര മാർക്ക്? ഫസ്റ്റ് ചാപ്റ്ററിന് ഏകദേശം ഒരു 5 മാർക്ക് 6 മാർക്കിന്റെ പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തേർഡ് ചാപ്റ്റർ അതുപോലെ തന്നെ നമുക്ക് ഒരു 4-5 മാർക്കിന്റെ പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം തേർഡ് ചാപ്റ്ററിന് വരാം ട്രാൻസ്ഫോറിന്റെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് പലപ്പോഴും എന്ത് ചെയ്യല് ട്രാൻസ്ഫോമറിൽ വരാറുള്ളത്. ഇതൊരു PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പോ പലപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ഡബിൾ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ പല ഇത് നമ്മുടെ എന്താ പറയാ 2 മടങ്ങാക്കി ചുറ്റുകളുടെ എണ്ണം നേരെ തരാതെ ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴിയിലൂടെ ഒക്കെ ചോദിക്കുക. ടഫ് ആക്കുകയാണെങ്കിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. സിമ്പിൾ ആണ്, ഞാൻ ചെയ്തു കാണിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറിയിലെ പവർ തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലെ പവർ എത്ര എന്നുള്ളത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്, ഒക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ കുറച്ച് അറിയണം എന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ വന്ന് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ബി കെയർഫുൾ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ സാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും പവർ എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എടാ ഇങ്ങനെ വളരെ കൃത്യമായിട്ടാണ് സെറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. എടാ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈസ് ഈക്വൽ ടു എനർജി കൺസ്യൂംഡ്, അതായത് വൈദ്യുതോർജ്ജം, വിനിയോഗിച്ച വൈദ്യുതോർജ്ജങ്ങളൊക്കെ ആക്കാനുള്ള ചോദ്യം ഉണ്ട്. അതാ ഇത് നമ്മൾ ഒന്ന് ബേസിക് ആയിട്ടുള്ള പഠിക്കും. പിന്നെ അതിൽ പ്രീവിയസ് ഇയർ വന്നൊരു ചോദ്യം. ഓക്കെ, പിന്നെ അടുത്ത ഇന്ത്യൻ ബേസിക് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം പഠിക്കും. ഇത് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. പ്രശ്നമുണ്ടോ? ഇല്ല. അടുത്ത ചാപ്റ്റർ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രോബ്ലത്തിന്റെ പേര് കേട്ട ചാപ്റ്റർ ആണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇതിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാം, നമുക്ക് നമ്പർ കാണാനുള്ള അല്ലെ, നമ്പർ ഓഫ് ഇമേജ്, പ്രതിബിംബത്തിന്റെ എണ്ണം കാണാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ഒരു ക്വസ്റ്റ്യൻ സാർ ചെയ്യും, ഒന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ പ്രതിബിംബത്തിന്റെ എണ്ണം തരും, എന്നിട്ട് നിങ്ങളോട് ആംഗിൾ കാണാൻ ചോദിക്കും. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, n is equal to 3 theta is equal to 360/n+1 എന്ന ഇക്വേഷൻ ഒക്കെ ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം ഫോക്കസ് തന്നിട്ടുണ്ടാവും. നിങ്ങളോട് എന്ത് ചോദിക്കും? ആരം തന്നിട്ടുണ്ടാവും, റേഡിയസ് തന്നിട്ടുണ്ടാവും, ഫോക്കസ് കാണാനുള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ. പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് കാണാൻ നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? യും തന്നിട്ടുണ്ട്, വിയും തന്നിട്ടുണ്ട്, ഫോക്കസ് കാണാൻ. പിന്നെ മാഗ്നിഫിക്കേഷൻ, ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നിഫിക്കേഷന്റെ ഒരു ചോദ്യം വളരെ കൃത്യമായിട്ട് സാർ ചെയ്തുതരും. അതിന്റെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാണ്ടതാ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യമാണ് എക്സാമിന് വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷന്റെ വീണ്ടും മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ, വീണ്ടും മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആവർത്തന മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ക്വസ്റ്റ്യൻ. അതായത് മാഗ്നിഫിക്കേഷൻ ആണ് എല്ലാ വർഷവും എക്സാമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 4 മാർക്ക്. ഈ വർഷം വരും 16ാമത്തെ ചോദ്യമായിട്ട് മാഗ്നിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരും. സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു ചോദ്യം. വീണ്ടും മാഗ്നിഫിക്കേഷൻ ആവർത്തനത്തിന്റെ ചോദ്യം. എടാ അടിപൊളിയായിട്ട് പഠിച്ച ചോദ്യം ആവർത്തനത്തിന്, കാരണം അത്രയും ചോദ്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ചെയ്ത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചൊരു കൺസെപ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് കൺസെപ്റ്റ് മുഴുവൻ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനത്തെ നല്ല ലെവലിൽ ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം, കാരണം കൺസെപ്റ്റ് ആണല്ലോ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് ചാപ്റ്ററിന് നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ് ഫിഫ്ത്ത് ചാപ്റ്ററിന് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം. ഓക്കെ, ഫിഫ്ത്ത് ചാപ്റ്ററിന് ചാപ്റ്റർ 5 ഇവിടെ അല്ലേ, ഫിഫ്ത്ത് ചാപ്റ്ററിന് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഫിഫ്ത്ത് ചാപ്റ്ററിന് പ്രോബ്ലംസ് വല്ലാതെ വരാറൊന്നുമില്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളൂ. ഒന്നതാ നമുക്ക് ലെൻസ് ഏതാന്നുള്ള മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്ലസ് ആണ്, കോൺവെക്സ് ആണെന്നൊക്കെ നമുക്ക് അറിയാം, സിമ്പിൾ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. എടാ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ലെൻസിന്റെ ഫോക്കസ് കാണാനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിററിലുള്ള പോലെ തന്നെ ഒരു കൺസെപ്റ്റ് ലെവൽ ചോദ്യമാണ്, നല്ല ചോദ്യമാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എല്ലാ എക്സാമിനും നിങ്ങൾക്ക് അറിയാലോ, ഇങ്ങനെ ഒരു ബോക്സ് വരും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനം കാണാൻ, ആപേക്ഷിക അപവർത്തനം കാണാൻ, അല്ലെങ്കിൽ കേവല അപവർത്തനം കാണാൻ, ഇങ്ങനെ ചോദിക്കും. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തൊരു സാധനമാണ് പവറിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ,
പവറിന്റെ ക്വസ്റ്റ്യനും പാടുണ്ട് മക്കളെ. പവറിന്റെ ക്വസ്റ്റ്യൻ അതും സാർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ഉൾപ്പെടുത്തണം മക്കളെ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം എന്നുള്ളത്. കാരണം പ്രോബ്ലത്തിന്റെ സൈഡിൽ ഒരു ടഫ് ആകുമ്പോൾ പ്രോബ്ലം നമ്മൾ ഫുൾ ആയിട്ട് പഠിച്ചു. ഇനി കൺസെപ്റ്റിൽ ടഫ് ആകുമ്പോൾ കൺസെപ്റ്റ് സാറ് ഫുൾ സെറ്റ് ആക്കി തരും. ഇനി അവർ വരക്കാനുള്ള ഭാഗത്ത് ടഫ് ആകുമ്പോൾ അതും സാറ് കൃത്യമായിട്ട് സെറ്റ് ആക്കി തരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ടുകൾ വീണ്ടും ഞാൻ പറഞ്ഞില്ല, ഡൗട്ടുകൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യം, അതായത് സാറ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നന്നായിട്ട് പഠിക്കുക, ഡൗട്ടുകളൊക്കെ മുഴുവൻ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓരോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എടാ ഇതിന്റെ ഫുൾ വീഡിയോ, ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ കമന്റ് ചെയ്യണം. നിങ്ങൾ കുറെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ചിലപ്പോൾ ആർക്കും ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമില്ല. കുറെ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.